മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹിനി എന്നും അമ്പലത്തിൽ പോകുമല്ലോ, അതേ സ്വഭാവമാണ് നമ്മുടെ മഹാലക്ഷ്മിക്കും കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ മോഹിനി അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് കരുണമോളും പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. മോഹിനിയെ കണ്ടെന്ന് തന്നെ പറയണം കേട്ടോ. ഇവളുടെ അമ്പലത്തിൽ പോക്ക് കാരണമാണ് കരുണമോൾക്ക് ഈ ഗതിയായത് എന്നിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മോഹിനിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. എൻ്റെ അമ്പലത്തിൽ പോക്ക് കാരണമല്ല, നിങ്ങളുടെ കൊള്ളരുതായ്മ കാരണമാണ്. നിങ്ങളുടെ സ്വഭാവം മാത്രം മോശമാണ്. നിങ്ങൾക്ക് ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കരുണമോൾക്ക് ഇങ്ങനെ ആയത് എന്നിങ്ങനെ പറയണം കേട്ടോ. അവൾക്ക് അവളുടെ മോളോട് മാത്രമേ സ്നേഹമുള്ളൂ, ഈ മോളോട് ഒരിക്കലും സ്നേഹമില്ല എന്നിങ്ങനെ പ്രതാപം പറയണം. എൻ്റെ മോൾക്ക് എൻ്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ചതിയും വഞ്ചനയും എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പ്രസവിച്ച എൻ്റെ ഈ കരുണമോൾക്ക് എൻ്റെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല. അവൾക്ക് കിട്ടിയിരിക്കുന്ന സ്വഭാവം നിങ്ങൾ രണ്ടുപേരുടെയാണ്. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ വരുന്നത്. അവർക്ക് ചതിക്കാനും വഞ്ചിക്കാനും മാത്രമേ അറിയുള്ളൂ. അതേ സ്വഭാവം തന്നെ കരുണമോൾക്ക് വന്നത്. ഞാൻ കരുണമോൾക്ക് നാശത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. അവളും എൻ്റെ മോള് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവൾക്കും ലക്ഷ്മിക്കും രണ്ടുപേർക്കും നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് പോകുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വരും കേട്ടോ. മുത്തശ്ശി പറയണം, അവൾ തർക്കോത്തരം പറയുന്നു, അടിക്കടാ പ്രതാപ അവളെ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കാത്ത താമസം പ്രതാപം അടിക്കാൻ പോകുമ്പോൾ മോഹിനിയുടെ വേറൊരു രൂപമായിരിക്കും കാണുക കേട്ടോ. മോഹിനി പെട്ടെന്ന് തന്നെ ആ കയ്യിൽ ശക്തിയേറ്റി പിടിക്കുകയാണ്. ഇനി മേലിൽ എന്നെ തൊട്ട് പോകരുത്. ഇനി എന്നെ തൊട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. എൻ്റെ മരുമോനും അവളും പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കലും അടി കൊണ്ടിട്ട് അവിടെ ഇരിക്കരുതെന്ന്. ആ നിമിഷം ഞാൻ കമലേശ്വരത്തേക്ക് പോകും, അവരെന്നെ പൊന്നുപോലെ നോക്കും എന്നിങ്ങനെ പറയണം. ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ മോഹിനി കണ്ണൊക്കെ തുറച്ചിട്ട്. ഇതുവരെ കണ്ടിട്ടില്ല. മോഹിനിയുടെ രൂപം കണ്ടിട്ട് തന്നെ അവർ 3 പേരും പേടിച്ചു പോവുകയാണ് കേട്ടോ. മോഹിനി പറയുന്നുണ്ട്, എന്നെ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയും. പക്ഷേ ഞാൻ ചതിച്ചിട്ടാണ് നിങ്ങളെ കല്യാണം കഴിച്ചത് എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെന്തോ പറഞ്ഞോളൂ, പക്ഷേ ഇനി മേലിൽ നിങ്ങളുടെ അടിമയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിൽ തൊട്ടു എങ്കിൽ ആ നിമിഷം ഞാൻ ലക്ഷ്മിയോട് വിളിച്ച് പറയും, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്നിങ്ങനെ പറയുന്നത്. ആകെ അവർ പേടിച്ചു പോവുകയാണ് കേട്ടോ. അതേസമയം കരുണമോളെയും കൊണ്ട് പ്രതാപൻ കമലേശ്വരത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരു മുഖമില്ലാതെയാണ് കമലേശ്വരത്തേക്ക് പ്രതാപം ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വരികയാണ്. അവരെ കണ്ടതും പ്രതാപന് ഒന്നും പറയാനേ ഇല്ല കേട്ടോ. പക്ഷേ കണ്ണൻ പറയാണ്, നിങ്ങൾ എൻ്റെ ഭാര്യയെ എന്താ ചെയ്തതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയും. ഇനി മേലിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും. പോലീസ് കേസ് കൊടുത്തിട്ട് ഞാൻ ആ കോടതിയിലിട്ട് നിങ്ങളെ എണ്ണിപ്പൊരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടെ നിന്ന ഓരോരുത്തരെയും ഞാൻ ക്രോസ് വിസ്താരം ചെയ്യും. അതിനെനിക്ക് ആരുടെയും സപ്പോർട്ടോ സൗകര്യമോ എനിക്ക് വേണ്ട, ഞാൻ തന്നെ ചെയ്യും. ഇനി മേലിൽ എൻ്റെ ഭാര്യൻ്റെ മേത്ത് ഒരാൾ നുള്ളി നോവിക്കാനോ വാക്കുകൊണ്ട് പോലോ ദ്രോഹിക്കാനോ നിൽക്കരുത്. അങ്ങനെ നിന്നിട്ടുണ്ട് പറഞ്ഞാൽ എൻ്റെ ഈ കണ്ണൻ്റെ ഈ സ്വഭാവം വേറൊരു സ്വഭാവമായിരിക്കും എന്നിങ്ങനെ താക്കീത് രൂപേണ പറയണം കേട്ടോ. പ്രതാപന് ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ കരുണമോൾ അങ്ങനെ നാണിച്ച് തല താത്തിയിട്ട് നിൽക്കുകയായിരിക്കും കേട്ടോ. അതേസമയം നമ്മുടെ മഹാലക്ഷ്മി തല ഉയർത്തി പിടിച്ച് എല്ലാവരെയും ഇങ്ങനെ ഒരു ഗംഭീര ഭാവത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ പ്രതാപനും കരുണയ്ക്കും ഒരുപാട് ദേഷ്യം വരികയാണ്. നിനക്ക് വെച്ചിട്ടുണ്ടടി എന്നിങ്ങനെ പ്രതാപ മനസ്സിൽ കരുതുകയാണ്.